കൃഷ്ണ. ഭക്ത മനസ്സുകളില് ആനന്ദത്തിന്റെ അമൃത് വർഷിച്ചുകൊണ്ട് ഗുരുവായൂര് ഉണ്ണിക്കണ്ണൻ ഇന്ന് ഉച്ചപൂജയ്ക്ക് അതീവ സുന്ദരനായിട്ട് ഒരുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. കളഭച്ചാർത്തിൽ വിളങ്ങുന്ന ഭഗവാന്റെ രൂപം ഒരു കുസൃതി കുടുക്കയായ ഉണ്ണിക്കണ്ണനെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു. പൊന്നുണ്ണിക്കണ്ണൻ ഒരു പട്ടുകോണകമൊക്കെ ഉടുത്ത് നിൽക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഉള്ളം കവരുന്ന ഒരു മിടുക്കൻ ഉണ്ണിയായിട്ടാണ് ശോഭിക്കുന്നത്. പൊന്നുണ്ണിയുടെ കുഞ്ഞു പാദങ്ങളിൽ തിളങ്ങുന്ന പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്. ഭഗവാന്റെ അരയില് കിങ്ങിണി കുമ്പയോടിങ്ങനെ പറ്റി കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പട്ടുകോണകം എടുത്തിട്ട് നിൽക്കുന്ന കണ്ണൻ നമ്മുടെ എല്ലാവരുടെയും ഉള്ളം കവരുന്ന ഒരു കുഞ്ഞോമന പൊന്നുണ്ണി കണ്ണനാണ്. കുസൃതി കുടുക്കയായ പൊന്നുണ്ണിയാണ്. കഴുത്തില് ഭംഗിയുള്ള മാങ്ങാമാലയും കാശുമാലയും പിന്നെ വളയം പോലൊരു മാലയും ചാർത്തിയിട്ടുണ്ട്. കൈകളില് കൈവളകളും തോൾവളകളും സൂര്യപ്രകാശമേറ്റ പോലെ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. നെറ്റിയിൽ നോക്കി നോക്കൂ, സ്വർണ്ണഗോപി തൊട്ടിട്ടുണ്ട്. ചെവിയില് ചെവിപ്പൂക്കള് ചാർത്തിയിരുന്നു. ചുണ്ടില് നമ്മുടെ കണ്ണന്റെ മന്ദഹാസം. ആ മന്ദഹാസമായി നിൽക്കുന്ന കണ്ണനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ സന്തോഷം നിറയും. ഇനി ഉണ്ണി എങ്ങനെയാ നിൽക്കണേ നോക്കി നോക്കൂ. വലത്തെ കയ്യില് താമരപ്പൂവും ഒരു പട്ടുകോണകം പിടിച്ചിട്ടുണ്ട്. ഇടത് കയ്യില് ഓടക്കുഴല് പിടിച്ചിട്ടാണ് കണ്ണൻ നിൽക്കുന്നത്. പൊന്നോടക്കുഴലുണ്ട് ഇടത് കയ്യില്. ശിരസില് ഉണ്ണി പൊന്നിൻ കിരീടം ചൂടിയിട്ടുണ്ട്. കിരീടത്തിന് മുകളിലായിട്ട് 2 തിരുമുടി മാലകളാണ് ചാർത്തിയിട്ടുള്ളത്. വെളുത്ത പൂക്കളും അതായത് നന്ദ്യാർവട്ടവും തെച്ചിപ്പൂവും തുളസിയും കൂടി ഇടകലർത്തി കോർത്തെടുത്തിട്ടുള്ള ഒരു ഉണ്ടമാലയാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് എന്ന് പറയുമ്പോൾ അതിൽ തെച്ചിപ്പൂക്കൾ സമൃദ്ധമായിട്ടുണ്ട്. തെച്ചിപ്പൂക്കൾ ഇങ്ങനെ ഇടയിൽ കൂടുതലായിട്ട് കോർത്തിട്ടുള്ളതാണ് രണ്ടാമത്തെ ഉണ്ടമാല. ഇനി ഉണ്ണിയുടെ കഴുത്തിൽ നോക്കി നോക്കൂ. ഉണ്ണിയുടെ കഴുത്തിൽ 2 ഉണ്ടമാലകൾ തന്നെയാണ് ചാർത്തിയിട്ടുള്ളത്. കിരീടത്തിൽ അതായത് തിരുമുടിമാലയായിട്ടും 2 ഉണ്ടമാലയാണുള്ളത്. ഉണ്ണിയുടെ കഴുത്തിലുള്ള ഉണ്ടമാലകൾ 2 തന്നെയാണുള്ളത്. വെളുത്ത താമര, തെച്ചി, തുളസി എന്നിവ ഇടകലർത്തിയിട്ടാണ് ആ ഉണ്ടമാല ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ഓരോന്നിൻ്റെയും ഏറ്റക്കുറച്ചിലാണ് 2 മാലകളും ഉള്ളത് കണ്ണൻ്റെ കഴുത്തിൽ. ഇനി വിധാനമായിട്ട് ഉള്ള മാലകൾ നോക്കി നോക്കൂ. വിധാനമായിട്ട് തെച്ചിമാലകളും വെളുത്ത പൂമാലകളും തുളസി മാലകളും എല്ലാം ഉണ്ട്. വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. 6ഓളം ഉണ്ടമാലകളാണ് ഇങ്ങനെ വിധാനമായിട്ട് ചാർത്തിയിട്ടുള്ളത്. നമ്മുടെ പൊന്നുണ്ണിയുടെ ഇടത് കയ്യില് ഓടക്കുഴലും വലത് കയ്യില് താമരപ്പൂവും ഒരു വട്ടകോണവും ഉണ്ട് കയ്യില്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഭഗവാന്റെ ഐശ്വര്യത്തെയും സംഗീതാത്മകമായ പ്രപഞ്ചതാളത്തെയും സൂചിപ്പിക്കുകയാണ്. പിന്നെ ഭക്തരെ കണ്ട് സന്തോഷത്തോടെ അവരെ അനുഗ്രഹിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഭാവമാണ് ഭഗവാന്റേത്. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ എന്ന മന്ത്രം ഉദ്ധരിച്ചുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ സർവസ്വവും സമർപ്പിക്കേണ്ടതാണ് എന്നുള്ളതാണ്. ആ സച്ചിദാനന്ദ രൂപം ധ്യാനിക്കുന്നത് തന്നെ ഭക്തർക്ക് പരമാനന്ദം നൽകുകയാണ്. ഭഗവാന്റെ പുഞ്ചിരി തൂകുന്ന തിരുമുഖം നോക്കി ഉറക്കെ നമ്മൾ നാമം ജപിക്കുന്നത് തന്നെ മോക്ഷത്തിലേക്കുള്ള പാതയാണ് എന്നുള്ളതാണ്. ഭഗവാൻ ഇങ്ങനെ കുസൃതി കുടുക്കിയായിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞ സന്തോഷമായി സമാധാനമായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഉണ്ണിക്കണ്ണനാണ്. നമ്മൾ നമ്മുടെ സർവസ്വവും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാം. നാരായണ 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 കൃഷ്ണ ഗുരുവായൂരപ്പ.